കണ്ടം വച്ച കോട്ട് ആദ്യത്തെ സംസാര ചിത്രമായ ബാലൻ നിർമ്മിച്ച മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ടി.ആർ. സുന്ദരൻ തന്നെ മലയാളത്തിലെ ആദ്യത്തെ വർണ്ണചിത്രം നിർമ്മിച്ചു, സംവിധാനം ചെയ്തു. കണ്ടം വച്ച കോട്ട് എന്ന ചിത്രം 1961 ആഗസ്റ്റ് 24 പുറത്തിറങ്ങിയ ഈ ചിത്രം 1956 അവതരിപ്പിക്കപ്പെട്ട കണ്ടം വച്ച കോട്ട് എന്ന നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു. രചന മുഹമ്മദ് യൂസഫ്, തിരക്കഥാ സംഭാഷണം കെ.ടി. മുഹമ്മദ്, ഗാനരചന പി. ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ഗായകർ പി. ലീല, പി. ശ്രീനിവാസ്, മെഹബൂബ്, എം.എസ്. ബാബുരാജ്, കമുകറ പുരുഷോത്തമൻ, ഗോമതി സിസ്റ്റേഴ്സ് എന്നിവർ. ടി.എസ്. മുത്തയ്യ, തിക്കുറിശി, അംബിക, പ്രേംനവാസ്, പങ്കജവല്ലി, ആറന്മുള പൊന്നമ്മ, നെല്ലിക്കോട് ഭാസ്കരൻ, എസ്. പി. പിള്ള, ബഹദൂർ, നിലമ്പൂർ ഐഷ, ചാന്ദിനി, സദാനന്ദൻ, കൊച്ചിൻ അമ്മിണി, കോട്ടയം ചെല്ലപ്പൻ, മുട്ടത്തറ സോമൻ, മിസ് ഓമന, പി. സുശീല എന്നിവരായിരുന്നു താരങ്ങൾ. ഛായാഗ്രാഹകൻ സുന്ദര ബാബു. കഥ: നല്ലവനും ചെരുപ്പൂത്തിയുമായ മമ്മദയ്ക്കയ്ക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. മരിക്കും മുമ്പ് മക്കയിൽ പോകണം. ആ ആഗ്രഹ സാഫല്യത്തിനായി തൻ്റെ കോട്ടിൻ്റെ പല ഭാഗത്തായി കഴിഞ്ഞ 40 വർഷം ചെരുപ്പുകുത്തി സ്വരുക്കൂട്ടിയ പണമെല്ലാം തുന്നിപ്പിടിപ്പിച്ചു. വാക്കിന് വ്യവസ്ഥയുള്ള ആളാണ് ആലിക്കോയ ഹാജി. ഹാജിക്ക് അനുസരണയുള്ള ഒരു പുത്രനുണ്ട്, ഉമ്മർ. ഹാജിയുടെ അയൽവാസി കൂടിയാണ് സഹോദരി ഖദീസ, ഭർത്താവ് അവറാൻ എന്നിവർ. അവറാൻ്റെ ജ്യേഷ്ഠൻ സിംഗപ്പൂരിലാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ ആമിന, മകൻ ഹസൻ, മകൾ കുഞ്ഞീവി എന്നിവർ മക്കളില്ലാത്ത അവറാൻ്റെ കൂടെയാണ് താമസം. അവരുടെ ബാധ്യത കൂടി ഏറ്റെടുത്തതിൽ ഖദീസയ്ക്ക് അമർഷമുണ്ട്. ഉമ്മറും കുഞ്ഞീവിയും ബാല്യകാലം മുതൽ കൂട്ടുകാരാണ്. ആ കൂട്ട് വലുതായപ്പോൾ പ്രണയമായി മാറി. ആ ബന്ധം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കരുതിയ ഖദീസ ആ ബന്ധം തകർക്കാൻ ശ്രമം ആരംഭിച്ചു. ഹാജിയും ഈ സ്നേഹബന്ധം അറിഞ്ഞു. തൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് വലിയ തുക സ്ത്രീധനമായി മകന് ലഭിക്കുമെന്ന് ഹാജിക്കറിയാമായിരുന്നു. എങ്കിലും 2000 രൂപ മാത്രം സ്ത്രീധനമായി സ്വീകരിച്ച് കുഞ്ഞീവിയും ഉമ്മറുമായുള്ള വിവാഹം ഹാജി അവറാനുമായി ഉറപ്പിച്ചു. വിവാഹം തകർക്കാൻ ഖദീസ പണിപ്പെട്ടുവെങ്കിലും നടന്നില്ല. സ്ത്രീധന തുകയുമായി ജ്യേഷ്ഠൻ സിംഗപ്പൂരിൽ നിന്നും എത്തുമെന്ന സന്തോഷത്തിൽ കഴിയവേ കുഞ്ഞീവിയുടെ വാപ്പ, അതായത് ജ്യേഷ്ഠൻ, മരിച്ച കമ്പിയാണ് വീട്ടിലെത്തിയത്. ദുഷ്ടലാക്കോടെ ആമിനയെയും കുട്ടികളെയും ഖദീസ വീട്ടിൽ നിന്നും പുറത്താക്കി. മമ്മദിക്ക അവർക്ക് അഭയം നൽകി. മമ്മദിക്ക കുഞ്ഞീവിയുടെ കല്യാണച്ചെരുപ്പ് തുന്നാനിരുന്ന ആളുകൂടിയായിരുന്നു. അയാൾക്ക് ഈ അവസ്ഥയിൽ വല്ലാത്ത വിഷമം തോന്നി. ഹാജിക്ക് സ്ത്രീധനത്തുക കൊടുക്കേണ്ട സമയം അവസാനിക്കാറായി. ഉമ്മറിൻ്റെ പ്രതീക്ഷകൾ തകർന്നു തുടങ്ങി. വാപ്പയുടെ ഇരുമ്പ് പെട്ടി അവൻ തുറക്കാൻ തുടങ്ങി. ആ സമയം ഹാജിയാർ അവിടെ എത്തുകയും അടുത്ത മുറിയിൽ അവനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. വാപ്പയുടെ മരണം ഹസനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനാക്കി. പക്ഷേ സ്ത്രീധനക്കാര്യത്തിൽ അവൻ്റെ നിസ്സഹായതയിൽ നിന്നും അടർന്നു വീണ ചില കൊള്ളിവാക്കുകളിൽ മനം പൊള്ളിയ കുഞ്ഞീവി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. മമ്മദ് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഉമ്മർ ബന്ധസ്ഥനായിരിക്കുമ്പോൾ തന്നെ ആലിക്കോയ ഹാജി മകനെ പെണ്ണന്വേഷിച്ച് എറണാകുളത്തേക്ക് യാത്രയായി. മമ്മദിക്കായുടെ വീട്ടിൽ കുഞ്ഞീവിയുടെ കല്യാണത്തിന് പന്തലുയർന്നു. ആളുകൾ എത്തി. ബന്ധനസ്ഥനായിരുന്ന ഉമ്മർ ഓടിളക്കി രക്ഷപ്പെട്ട് അവിടെയെത്തി. ഇതറിഞ്ഞ ഹാജിയും വന്നു. നിക്കാഹിനുള്ള സമയം. ഹാജിയാർക്ക് പറഞ്ഞ സ്ത്രീധനത്തുക കൊടുക്കണം. 40 വർഷമായി താൻ ഹജ്ജിന് പോകാൻ സ്വരുക്കൂട്ടിയിരുന്ന പണം മമ്മദിക്ക ഒരു മടിയും കൂടാതെ ഹാജിയാർക്ക് നൽകി. മമ്മദിക്കയുടെ അഭ്യർത്ഥന പ്രകാരം പലരും സഹായിച്ചു. ഉമ്മറിൻ്റെയും കുഞ്ഞീവിയുടെയും വിവാഹം നടന്നു. ശുഭം.